നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വിഷയത്തിലേക്ക് വരാം. രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസങ്ങളിലായി ഒന്ന് രണ്ട് കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലിലേക്ക് വരാം. അഴിമതി ആരോപണം സ്ഥിരമായി അദ്ദേഹം ഉയർത്തുന്നതാണ്. അതുകൊണ്ട് നമുക്കത് രണ്ടാമത് ചർച്ച ചെയ്യാവുന്നത്. ആദ്യത്തെ ആരോപണം പറയുകയാണെങ്കിൽ 2021 60 സീറ്റിൽ, അതായത് BJP LDFന് വോട്ട് ചെയ്ത് LDFിലെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതായത് 60ഓളം വരുന്ന CPM അല്ലെങ്കിൽ LDFിൻ്റെ സ്ഥാനാർത്ഥികളെ BJP വോട്ട് മറിച്ച് ജയിപ്പിച്ചു. ശ്രീ രമേശ് ചെന്നിത്തല, താങ്കൾ മുഖ്യമന്ത്രിയാകാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ്. താങ്കളെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസിലുള്ള മുതിർന്ന കുറേ നേതാക്കന്മാരും വരുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. കോൺഗ്രസിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിശബ്ദമായ സമരം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യവും ശരിയാണ്. പക്ഷേ ഇതൊക്കെ തെളിവുകളില്ലെങ്കിൽ തന്നെയും ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. പക്ഷേ 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ മണ്ഡലങ്ങളിലാണ്, 60 മണ്ഡലങ്ങളുടെ പേര് ചെന്നിത്തലാജി പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറയേണ്ടത് ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് LDFനെ വിജയിപ്പിക്കാൻ വേണ്ടി BJP അക്ഷീണം പരിശ്രമിച്ച് വോട്ട് മറിച്ചത് എന്ന് വ്യക്തമാക്കണം. മണ്ഡലങ്ങളുടെ പേര് സഹിതം ലഭിച്ച വോട്ടുകൾ അടക്കം അവിടുത്തെ BJP വോട്ടുകൾ ഇത്രയെന്നും കോൺഗ്രസ് വോട്ടുകൾ ഇത്രയെന്നും അവിടുത്തെ CPMൻ്റെ വോട്ടുകൾ ഇത്രയെന്നും കൃത്യമായി കണക്ക് ഡേറ്റകൾ ഉൾപ്പെടെ പൊതുജനത്തോട് പറയുകയാണ് രമേശ് ചെന്നിത്തലാജി ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. എങ്കിലേ ജനം വിശ്വസിക്കൂ. കാര്യം രമേശ് ചെന്നിത്തലയാണെങ്കിലും VD സതീശനാണെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരെല്ലാവരും, ഇന്ന് KC ആണെങ്കിലും, നിങ്ങളുടെ അങ്ങ് തലതൊട്ട തമ്പുരാൻ മല്ലികാർജുൻ ഖാർഗെ പോലും കള്ളത്തരം നാഴികയ്ക്ക് 40 വട്ടം വിളമ്പിക്കൊണ്ട് നടക്കുകയാണെന്ന് കേരളത്തിലുള്ള സകലമാന ആളുകൾക്കും അറിയാം. കഴിഞ്ഞ ദിവസം ഖാർഗെയെ കൊണ്ടുവന്ന് നിങ്ങൾ എഴുതി കൊടുത്ത പ്രസംഗം ഇവിടെ വായിപ്പിച്ചല്ലോ. CJP, കോൺഗ്രസ് ജനതാ പാർട്ടി എന്ന് വരെ വായിപ്പിക്കുന്ന ഒരു അവസ്ഥ കേരളത്തിലുണ്ടായി. അതായത് ഈ പറയുന്ന ഏത് ദേശീയ അധ്യക്ഷൻ വന്നാലും KC വേണുഗോപാലിൻ്റെ കയ്യിലിരിക്കുന്ന ചരടിൽ ഇട്ട് പ്രവർത്തിക്കുന്ന ഒരു കുട്ടിക്കുരങ്ങനെ പോലെയാണ് എന്ന് പറയേണ്ടി വരും. അതാണ് അവസ്ഥ. ശരി, പക്ഷേ നിങ്ങൾ ചെന്നിത്തലാജി പറയേണ്ടി വരും ഈ 60 സീറ്റുകൾ ഏതൊക്കെ, അവിടെ ഏതൊക്കെ സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്, ആ സ്ഥാനാർത്ഥികൾ കൃത്യമായി എത്ര വോട്ടുകൾ വീതം LDFന് മറിച്ചിട്ടുണ്ട് എന്നാണ് പറയേണ്ടത്. ഇത്രയും കാര്യങ്ങൾ പറയേണ്ടി വരും. അപ്പോൾ നമുക്ക് ഒരു കാര്യം തീർച്ചയായി, ചെന്നിത്തലാജി അത്തരം ഡേറ്റകളുമായി ഉടൻ തന്നെ മാധ്യമപ്രവർത്തകരെ കാണുന്നതായിരിക്കും. 2, ഇനിയും ഈ ഒരു പ്രദേശത്ത് BJP എന്ന് പറയുന്ന പാർട്ടിയേക്കാൾ ശോഷിച്ച നിലയിലാണോ കോൺഗ്രസ് പാർട്ടി ഉള്ളത്? ആ കാര്യവും ചെന്നിത്തലാജി സമ്മതിക്കേണ്ടി വരും. ഈ പറയുന്ന 60 മണ്ഡലങ്ങൾ എന്ന് പറയുന്ന മണ്ഡലത്തിലും BJP സ്ഥാനാർത്ഥിക്ക് 1000 വോട്ട് പോലും കിട്ടാത്ത ഏതെങ്കിലും മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നോ? തന്നെയുമല്ല, ആ മണ്ഡലങ്ങളിലൊക്കെ BJPയേക്കാൾ വളർച്ചയില്ലാത്ത ഒരു പാർട്ടിയാണോ കോൺഗ്രസ് എന്നുകൂടി, അല്ലെങ്കിൽ UDF എന്നുകൂടി രമേശ് ചെന്നിത്തലാജി പറയേണ്ടി വരും. സ്വാഭാവികമെന്നോണം അങ്ങനെയാണെങ്കിൽ ഈ വോട്ടുകൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജയിക്കാനാണെങ്കിൽ അപ്പോൾ എത്ര 1000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരിക്കും ആ സ്ഥാനാർത്ഥികളൊക്കെ ജയിച്ചിട്ടുണ്ടാവുക? അപ്പോൾ എത്ര വോട്ടുകളായിരിക്കും അവിടെ മറിഞ്ഞിട്ടുണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. പക്ഷേ അത് വ്യക്തമാക്കാൻ ചെന്നിത്തലയ്ക്ക് കഴിയാത്തിടത്തോളം കാലം ബാബുവിൻ്റെ പേരിലുണ്ടായ വിവാദം അവസാനിക്കില്ല. കുമ്മനം രാജശേഖരനും മുരളീധരനും കൂടി മത്സരിച്ചപ്പോഴുണ്ടായ നേമത്തെ വോട്ട് വിഹിതവും നമ്മൾ പരിഗണിക്കേണ്ടി വരും. തൃശ്ശൂർ സുരേഷ് ഗോപിയും VS സുനിൽകുമാറും മുരളീധരനും മത്സരിച്ചപ്പോൾ അവിടെയുണ്ടായ വോട്ട് മറിച്ചിലിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരും. അപ്പോൾ ഈ 3 മണ്ഡലങ്ങൾ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോഴും ഇനിയും മറ്റു കുറേയധികം മണ്ഡലങ്ങളുണ്ട്, അതിലേക്കൊക്കെ പോകണം. ഈ പറയുന്ന തൃപ്പൂണിത്തുറ അവിടുത്തെ നഗരസഭയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പോകണം. അപ്പോൾ അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ എവിടെയൊക്കെയാണ് ഈ വോട്ട് കച്ചവടം കൃത്യമായി നടക്കുന്നത് എന്നുള്ള കാര്യം കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയമായി അത്യാവശ്യം ചർച്ച ചെയ്യപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡീലുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഉഡായിപ്പുകളെ കുറിച്ച് അറിയാം. എന്നിട്ട് പറയുകയാണ് 60 മണ്ഡലങ്ങൾ. അതുകൊണ്ട് ചെന്നിത്തലാജി കൃത്യമായി പറയണം, ഈ 60 മണ്ഡലങ്ങളിലും കോൺഗ്രസ് ദുർബലമായിരുന്നോ? BJPയിലെ അല്ലെങ്കിൽ നിഷ്പക്ഷ വോട്ടുകൾ പോലും സ്വാധീനിക്കാൻ കഴിയാത്ത ദുർബലരായ സ്ഥാനാർത്ഥികളെ ആയിരുന്നോ ഈ 60 മണ്ഡലങ്ങളിലും കോൺഗ്രസ് പാർട്ടി നിർത്തിയത് എന്നുള്ള കാര്യവും പറയേണ്ടി വരും. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാക്കിയാൽ മതി. ഇത്രയും വളരെ സിമ്പിളായിട്ട് പറഞ്ഞു ഈ കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരെ കണ്ടിട്ട് ഡേറ്റ സഹിതം പറയാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയുമോ?
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ പിന്നെ രമേശ് ചെന്നിത്തലയാണെങ്കിലും വി ഡി സതീശനാണെങ്കിലും ഡേറ്റകളില്ലാതെയാണ് പലപ്പോഴും സംസാരിക്കുന്നത്. വന്നിട്ടൊരു ആരോപണം ഉന്നയിക്കുന്നു, പോകുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും കാര്യങ്ങൾ അറിയാൻ പൊതുജനത്തിന് താല്പര്യമുണ്ട്. ആ ജനങ്ങളുടെ ആ ഒരു താല്പര്യത്തെ മാനിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം ചെന്നിത്തലാജി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മുഖ്യമന്ത്രിയാകുമെന്നുള്ള പ്രതീക്ഷയിൽ ഇനിയിപ്പോൾ വി ഡി സതീശൻ പറയുന്നത് പോലെ ശബരിമല സ്വർണ്ണക്കൊള്ളയും ഈ ഡീലുകളുമൊക്കെ മാത്രം എടുത്ത് പ്രയോഗിക്കാതെ അല്പസ്വല്പം അഴിമതി കഥകൾ കൂടി എടുത്തിട്ടാലേ ജനങ്ങൾക്കിടയിൽ ഇച്ചിരി ഒന്ന് തിളങ്ങാൻ കഴിയൂ എന്നൊരു തോന്നൽ ചെന്നിത്തലാജിക്കുണ്ട്. അതുണ്ടായിരുന്നു താനും. അതിൻ്റെ ഫലമായിട്ടാണ് അവിടെ സൊസൈറ്റികളിൽ ഇപ്പോൾ സോഫ്റ്റ്വെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കമ്പനിക്ക് കരാർ കൊടുത്തതിൽ ഏതാണ്ട് 700 കോടി രൂപയുടെ അഴിമതിയുണ്ട് എന്ന് പറയുന്ന ഒരു വലിയ കഥയുമായി ചെന്നിത്തലാജി എത്തുന്നത്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ വളരെ കൃത്യമായ ഉത്തരം നൽകിയിരുന്നതുമാണ്. TCS എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് നേരത്തെ കരാർ നൽകിയിരുന്നു. ആ കരാറെല്ലാം അംഗീകാരം വന്നതോടുകൂടി അവർ 2025 അവർ ഇതിൽ നിന്ന് ഒഴിഞ്ഞുപോയ 24 ഇവർ ഒഴിഞ്ഞുപോയി. സ്വമേധയാ ഒഴിഞ്ഞു പോകുന്ന സാഹചര്യമായിരുന്നു. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരാർ വിളിക്കുകയും ടെൻഡർ വിളിക്കുകയും ഈ ടെൻഡർ നടപടികളെല്ലാം എല്ലാ തരത്തിലും സാങ്കേതികമായി യാതൊരു തെറ്റുകളില്ലാതെ പൂർത്തീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. എവിടെയാണ് ഈ 700 കോടിയുടെ അഴിമതി കണക്ക് വരുന്നത് എന്നുള്ള കാര്യം വ്യക്തമായി പറയണം. എങ്ങനെ വരുന്നു, ഏത് വകുപ്പിലാണ് വരുന്നത് എന്നുള്ള കാര്യം പറയണം. എന്നിട്ടിപ്പോൾ VN വാസവന്റെ തലയിലേക്ക് വെച്ച് കിട്ടാൻ ശ്രമിക്കുകയാണിപ്പോൾ സഹകരണ വകുപ്പ് മന്ത്രിയുടെ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന മുഖ്യമന്ത്രി പറയുന്നത് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കേണ്ടി വരും. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ കൂടെ നിർദ്ദേശത്തിലാണ് ഈ പറയുന്ന അവർക്ക് വേണ്ട ഈ എഗ്രിമെന്റ് അവാർഡ് ചെയ്തത് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നമ്മുടെ ഹൈക്കോടതിക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഇത് ഹൈക്കോടതി ഉൾപ്പെടെ പരിഗണിച്ച ഒരു വിഷയം തന്നെയാണ്. ഇതെല്ലാം പരിശോധിച്ച് നിയമസാധുതകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണമാണ് ഇങ്ങനെ ഒരു കരാർ നൽകിയിരിക്കുന്നത് എന്ന് ഇവിടെ കൃത്യമായി മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇത് ഹൈക്കോടതി ഇടപെടാത്ത ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഹൈക്കോടതിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രസ്താവന നടത്താൻ കഴിയുമോ? സാങ്കേതികമായിട്ടും നിയമപരമായിട്ടും മുഖ്യമന്ത്രിക്ക് അങ്ങനെ സാധിക്കില്ല എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. അപ്പോൾ അങ്ങനെ വ്യക്തമായ ഒരു തെളിവ് മുന്നിൽ നിന്നിട്ടും പിന്നെ എന്തുകൊണ്ടാണ് ചെന്നിത്തലാജിക്ക് മാത്രം കാര്യങ്ങൾ ബോധ്യപ്പെടാത്തത്? അദ്ദേഹം പറയുന്നു ഈ ഒരു രണ്ട് കമ്പനികൾക്ക് മാത്രമാണ് അദ്ദേഹം ഈ പറയുന്ന പോലെ ഒരു ഇത് കൊടുത്തിരുന്നുള്ളൂ എന്ന് പറയുന്നു. അതായത് മലബാർ ഇൻഫർമേഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കും ദിനേശ് PD കോപ്പറേറ്റീവ് സൊസൈറ്റിക്കും മാത്രമാണ് ഇങ്ങനെ ഒരു ഈ ടെൻഡർ വിളിക്കാനുള്ള അല്ലെങ്കിൽ ടെൻഡർ ലഭിച്ചിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. എന്നാൽ മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറയുന്നുണ്ട് 45ഓളം കമ്പനികൾ എന്ന് മുഖ്യമന്ത്രി വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ടെന്നേ. അങ്ങനെ മുഖ്യമന്ത്രി ആ കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ പിന്നെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് മെറ്റ് കമ്പനികളെ ഒഴിവാക്കിയെന്ന ആരോപണവും തെറ്റാണ്. ഏകദേശം 45 കമ്പനികൾക്ക് കൺസോർഷ്യം രൂപത്തിൽ പങ്കെടുക്കാൻ അവസരം നൽകിയിരുന്നു. സാങ്കേതിക വിലയിരുത്തലിൽ യോഗ്യമായ കമ്പനിക്ക് ഉയർന്ന മാർഗം ലഭിക്കുകയും അത് ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തു. അവിടെയാണ് പ്രധാന പോയിന്റ് കിടക്കുന്നത്. അത് ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാം സുതാര്യമാണെന്നും ആരോപണം വസ്തുതകളില്ലാത്തതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പോൾ ഇതിൽ കൂടുതൽ എന്താണ് മുഖ്യമന്ത്രി ജനങ്ങളെ ബോധിപ്പിക്കേണ്ടത് എന്നുള്ളതാണ്. ഇപ്പം നിലവിലത്തെ ഇതായിരുന്നെങ്കിൽ അപ്പോൾ അതായത് ആ മാതൃകയിൽ പോയിരുന്നെങ്കിൽ മുഴുവൻ സഹകരണ മേഖലയിൽ വ്യാപിപ്പിക്കാൻ ഏകദേശം 1000 കോടി രൂപ ചെലവ് വന്നേനെയായിരുന്നു. ഇപ്പോൾ ഏകദേശം 23,000 സഹകരണ സംഘങ്ങളിലേക്കും കുറഞ്ഞ ചെലവിൽ സോഫ്റ്റ്വെയർ വ്യാപിപ്പിക്കാൻ സാധിക്കും എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതായത് 4415 സൊസൈറ്റികളിലേക്ക് വേണ്ടിയിട്ടാണ് ഇത് വിളിച്ചിരുന്നതെന്ന് പറയുന്നുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ കുറഞ്ഞ ചെലവിൽ ഏകദേശം 23,000 സഹകരണ സംഘങ്ങളിലേക്ക് കൂടി ഈ സോഫ്റ്റ്വെയർ വ്യാപിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കുന്നത്. അപ്പം മുഖ്യമന്ത്രി ഈ കാര്യങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഹൈക്കോടതി ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് നടപ്പിലാക്കിയ ഈ കരാറിനകത്ത് വ്യക്തമായി കാര്യങ്ങൾ അറിയാവുന്ന മുഖ്യമന്ത്രി പറയുന്നതാണോ വിശ്വസിക്കേണ്ടത്? ഇതിനെക്കുറിച്ച് എവിടുന്നോ അവിടുന്നോ കേട്ടുകേഴ്വി മാത്രമായി ഇതിനെ ഒരു അഴിമതി ആരോപണമായി ഉയർത്തിക്കൊണ്ടുവരുന്ന രമേശ് ചെന്നിത്തല പറയുന്നതാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പറയുന്നത് മാത്രമേ നമുക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ളൂ.
അല്ല എന്നുണ്ടെങ്കിൽ ഈ ഹൈക്കോടതിയുടെ പേര് മുഖ്യമന്ത്രി പരാമർശിച്ചതുൾപ്പെടെ ഇപ്പം കിടക്കുകയല്ലേ, ഈ പറയുന്ന പബ്ലിക് ഡൊമൈനിൽ കിടക്കുകയല്ലേ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. അപ്പോൾ ഹൈക്കോടതി കൂടെ ബന്ധപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി നുണ പ്രചരിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും രമേശ് ചെന്നിത്തലയ്ക്ക് ഹൈക്കോടതിയെ സമീപിക്കാം. തെളിവുകൾ ഉൾപ്പെടെ കയ്യിലുണ്ടെങ്കിൽ ആ തെളിവുകൾ കൂടി ഹാജരാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തലയ്ക്ക് ഹൈക്കോടതിയെ സമീപിക്കുകയും മുഖ്യമന്ത്രിക്കെതിരായി നടപടിയെടുക്കുകയും ചെയ്യാവുന്ന സാഹചര്യമല്ലേ ഉള്ളത്. പിന്നെ ഇനി മാധ്യമങ്ങളുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നുണപ്രചരണങ്ങളുടെ കൂട്ടത്തിൽ ഇതും കൂടി ഉൾപ്പെടും. ഇത് എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്ര കിട്ടിയാലും പഠിക്കാത്ത ഒരു വിഭാഗമായി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കാർ അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടി മുഖ്യമന്ത്രി നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.